വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ കൈഞ്ഞരമ്പ് മുറുക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യാശ്രമം. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അടുത്ത മാസം 8 നിർണായകമായ വിധി വരാനിരിക്കുകയാണ്. ഈ ഒരു കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ കൂടി. മണികണ്ഠന്റെ ആരോഗ്യനില ആശ്വാസകരമാണ്. ഇയാള് ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠൻ വീട്ടിലേക്ക് മടങ്ങി. മദ്യപിച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് മണികണ്ഠൻ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് പുലർച്ചെ മദ്യലഹരിയിൽ ബഹളങ്ങൾ ഉണ്ടാക്കിയത്. ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കൈഞ്ഞരമ്പ് മുറിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത്. വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം ആ പ്രശ്നങ്ങൾ ഒന്ന് മാറിയതിനു ശേഷം തിരിച്ചു വിടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതിയാണ് മണികണ്ഠൻ. പ്രത്യേകിച്ച് ഏറെ ദുരൂഹതകളെല്ലാം തന്നെ ഈ കേസുമായി ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം കേസിൽ വിധി വരാനിരിക്കെയാണ് മണികണ്ഠൻ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. ജിജീഷ്, വിധി വരാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു മുഖ്യ പ്രതികളിൽ ഒരാൾ തന്നെ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ച എന്ന രീതിയിൽ കൂടി ഇതിനെ നോക്കി കാണേണ്ടതുണ്ടല്ലേ? തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ഒരു വീഴ്ച കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തിയെയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിലെ മുഖ്യ പ്രതിയാണ്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യ പ്രതി. ആ കേസിൽ വിധി വരാനിരിക്കുന്നു. ഏറ്റവും നിർണായകമായ കേരളം കാത്തിരുന്ന വിധി വരാനിരിക്കെയാണ് അതിലെ മുഖ്യ പ്രതി, മൂന്നാമത് പ്രതിയായി മാറിയിട്ടുള്ള മണികണ്ഠൻ തന്നെ ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. എന്താണ് ഇതിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് തന്നെ അതിൽ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി തുടർ നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഈ സ്വാധീനം മണികണ്ഠന്റെ മേൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് വ്യക്തമാക്കുന്നത് അനുസരിച്ച് പലപ്പോഴും മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളാണ്, മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന കാര്യമാണ്. അങ്ങനെ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നയാൾ വീണ്ടും അത്തരം പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തതാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം വിട്ടയച്ചു എന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ സമയത്തൊന്നും ആയുധം ഏതെങ്കിലും തരത്തിൽ കയ്യിൽ ബ്ലേഡ് കരുതിയതോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കരുതിയിരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോലീസ് ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കൈഞ്ഞരമ്പ് മുറിച്ച് ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാരും സമീപത്തുണ്ടായിരുന്ന മറ്റു ആളുകളെല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠൻ തിരികെ വീട്ടിലേക്ക് മടങ്ങി എന്ന കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിലെ ദുരൂഹതകൾ കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട്, അത് വ്യക്തമാകേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നതും പോലീസ് എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇത്ര പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ വളരെ ലാഘവത്തോടെ വിട്ടയച്ചു എന്നതും സുപ്രധാനമായ ഒരു ചോദ്യം തന്നെയായി അവിടെ ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണ്. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തിന് വളരെ ലാഘവത്തോടെയുള്ള ഇടപെടലാണ് ഉണ്ടായത് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. നിർണായകമായ വിധി വരാനിരിക്കെയാണ് മൂന്നാം പ്രതിയായ മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്.